Hi friends, in the last video, the world's most dangerous half-inch punch. നിങ്ങളുടെ സൈഡിൽ നിന്ന് വളരെ നല്ല സപ്പോർട്ടും റെസ്പോൺസും ആയിരുന്നു. സോ താങ്ക് യു. ആ വീഡിയോന് വന്ന കമൻസിനുള്ള ഒരു റിയാക്ഷൻ ആൻഡ് Q&A ആയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് മൂവ് ഓൺ ടു ദ വീഡിയോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ചേട്ടൻ്റെ വീഡിയോസ് എല്ലാം സൂപ്പറാണ്, പ്രത്യേകിച്ച് ഹാഫ് ഇഞ്ച് പഞ്ച്. ഇടികൊണ്ട ചേട്ടന് എന്തെങ്കിലും പറ്റുമോ? താങ്ക് യു ഡോമോന്. ഹാഫ് ഇഞ്ച് പഞ്ച് എൻ്റെ ഒരു മാസ്റ്റർ പീസാണ്. എൻ്റെ ഒപ്പോണൻസ് വരെ പറഞ്ഞിട്ടുണ്ട് ഹാഫ് ഇഞ്ച് പഞ്ച് വളരെ ഡേഞ്ചറസ് ആയിട്ടുള്ളൊരു മൂവാണെന്ന്. പിന്നെ അന്ന് ഇടികൊണ്ട പയ്യനവന് വലിയ കുഴപ്പമൊന്നുമില്ല. അന്ന് ഞാൻ എൻ്റെ ഫുൾ പവർ എടുത്തിട്ടില്ല, ഞാൻ എൻ്റെ ഒരു 50% പവർ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ എന്നിട്ടും അവനൊരു 2-3 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. ഇപ്പോൾ ആൾ ഓക്കെയാണ്. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം. ചേട്ടൻ ഏത് മാർഷൽ ആർട്സാണ് പഠിച്ചത്? ചേട്ടൻ്റെ കമൻറ്റ് ബോക്സിൽ മെയിൻ ശത്രുക്കൾ കരാട്ടക്കാരും കിക്ക് ബോക്സിംഗുകാരും ഒക്കെ ആണല്ലോ. അത് ലാലേട്ടൻ പണ്ട് പറഞ്ഞിട്ടുള്ളതുപോലെ മാർഷൽ ആർട്സ് എന്ന് പറയുന്നത് ഒരു നീണ്ടു പരന്ന് കിടക്കുന്ന മഹാസമുദ്രവും ഞാനതിൽ നീന്തി കളിച്ച് കിടക്കുന്ന ഒരു നീലത്തിമീങ്കലവുമാണ്. അപ്പോൾ അവിടെ സൈഡിൽ നിൽക്കണ ചാളയ്ക്ക് അതിലേക്കൊക്കെ അസൂയുണ്ടാവും, അത് സ്വാഭാവികവും, അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ടല്ലോ. നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം. ചേട്ടൻ്റെ ഫേവറേറ്റ് കിക്ക് ഏതാണ്? എൻ്റെ ഫേവറേറ്റ് കിക്ക് സൈഡ് കിക്കാണ്. എൻ്റെ കിക്കിന് വളരെ സ്പീഡും പവറും കൂടുതലായതുകൊണ്ട് തന്നെ അതിന് ബുള്ളറ്റ് കിക്ക് എന്നുകൂടി ഒരു പേര് എൻ്റെ ഒപ്പോണൻസ് ഇട്ടിട്ടുണ്ട്. AK-47 ബുള്ളറ്റിനേക്കാൾ സ്പീഡ് ഉണ്ടെന്ന് വരെ പലരും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം. എടാ, നീ ബ്രൂസ്ലിയുടെ ബോഡി കണ്ടിട്ടുണ്ടോ? അയാളുടെ പേര് പറയാൻ നിനക്ക് എങ്ങനെ ധൈര്യം വന്നു? എടാ മോനെ, നീ എൻ്റെ ബോഡി കണ്ടിട്ടുണ്ട്? എൻ്റെ ലേറ്റ് 90s എൻ്റെ സ്പീഡും പവറും ഒക്കെ കണ്ടിട്ട് അവിടെ വെച്ചുള്ള ഫൈറ്റിൽ വെച്ച് എനിക്ക് വീണ പേരാണ് ബ്രൂസ്ലി ടോണിന്ന്. മിയക്കിയായി കാഹി. സാർ, ഒരു അഡ്മിഷൻ കിട്ടുമോ? അഡ്മിഷൻ ഞാനങ്ങനെ ക്ലാസ് ആയിട്ടൊന്നും ഇപ്പോൾ ചെയ്യുന്നില്ല. ഓൺലൈൻ ക്ലാസ് ഒരെണ്ണം തുടങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ അറിയിക്കാം. കമൻറ്റിൽ നമ്പർ ഒന്നിട്ടോ എൻ്റെ അസിസ്റ്റൻറ്റ് കോൺടാക്ട് ചെയ്യുക, എന്താണെന്ന് വെച്ചാൽ ചെയ്യും. അപ്പോൾ നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം. ഇടികൊണ്ട ചേട്ടൻ ചുമര് പൊളിച്ച് അപ്പുറം പോയേനെ. അത് ശരിയാണ്. ശരിക്കും ഞാൻ നേരത്തെയൊക്കെ പറഞ്ഞ 50% പവർ എടുത്തതാണ്. ഞാൻ ആക്ച്വലി എൻ്റെ ഒരു 10-20% മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവൻ ശരിക്കും ചുമര് പൊളിച്ച് അപ്പുറത്ത് പോയേനെ. ആശാൻ്റെ ഫൈറ്റ് എനിക്ക് പഠിക്കണം. കണ്ട വിവരവും ബോധമുള്ള പിള്ളേരൊക്കെ ഇപ്പോഴും ഉണ്ട് നമ്മുടെ നാട്ടിൽ. എന്താണ് അവൻ്റെ പേര്? അപ്പു. കൊള്ളാടാ മോനെ, കൊള്ളാം. ഞാൻ ഓൺലൈൻ ക്ലാസ് തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിന്നെ ഞാൻ കോൺടാക്റ്റ് ചെയ്യാൻ പറയാം. നീ എന്താണെങ്കിലും നിൻ്റെ വാട്സപ്പ് നമ്പർ ഒന്ന് കമൻറ്റിലിട്ടേക്ക്. മാസ്റ്റർ, ഫീസ് എത്രയാ? എത്ര ടൈം എടുക്കും ഹാഫ് ഇഞ്ച് പഞ്ച് പഠിക്കാൻ? സുഹൃത്തെ, ഹാഫ് ഇഞ്ച് പഞ്ച് അങ്ങനെ പഠിക്കാൻ പറ്റില്ല. പിന്നെ ഞാൻ അതിൻ്റെ സീക്രട്സും അങ്ങനെ എല്ലാവർക്കും, എൻ്റെ ശിഷ്യന്മാർക്ക് പോലും ഞാൻ ഇതുവരെ പറഞ്ഞു കൊടുത്തിട്ടില്ല. എനിക്ക് അങ്ങനെ വൃത്തിയായിട്ടുള്ളൊരു ശിഷ്യനെ കിട്ടിയിട്ടില്ല. അത് അത്ര ഡേഞ്ചറസ് ആയതുകൊണ്ട് തന്നെ അത് അങ്ങനെ എല്ലാവർക്കും പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയൊരു കാര്യമല്ല. പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഹാഫ് ഇഞ്ച് പഞ്ചിന് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ സ്ട്രെങ്ത് മാത്രം പോരാ, എന്നെപ്പോലെ ഹൈ ലെവൽ സ്പിരിച്വൽ പവർ കൂടി വേണം. എന്നാലേ നമുക്ക് ഹാഫ് ഇഞ്ച് പഞ്ച് മാസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. നമുക്ക് അടുത്ത കമൻറ്റിലേക്ക് പോവാം. എടാ, നീ ഏതെങ്കിലും ഫൈറ്റിന് ഇറങ്ങി ജയിച്ചിട്ടുണ്ടോ? എത്തിക്സ് വേണോടാ, എത്തിക്സ്. ഞാനേ ഇതിൻ്റെ അടിയിൽ ഞാൻ ഒരു ഫോട്ടോ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്, നീ അതൊന്ന് കണ്ടു നോക്ക്. അതെനിക്ക് പള്ളിക്കൂടത്തിൽ A+ മേടിച്ചതിന് കിട്ടിയത്, അല്ലെങ്കിൽ കലാലയത്തിൽ ഭരതനാട്യം കളിച്ചതിനൊന്നും കിട്ടിയതല്ല. ടൂർണമെൻറ്റിന് ഇറങ്ങിയ ഒപ്പോണൻസിൻ്റെ എല്ലിൻ്റെ എണ്ണം കൂട്ടിയതിനും പല്ലിൻ്റെ എണ്ണം കുറച്ചതിനും കിട്ടിയതാണ്. എൻ്റെ പേരൊന്ന് ഓർത്ത് വെച്ചു, ബ്രൂസ്ലി ടോണി. അപ്പോൾ നമുക്ക് അടുത്തൊരു കമൻറ്റിലേക്ക് പോവാം. ചേട്ടൻ്റെ ബെൽറ്റ് ഒറിജിനലാണോ? അത് എൻ്റെ ബെൽറ്റ് ഒറിജിനലാണ്. എൻ്റെ കയ്യിൽ കുറേ ബെൽറ്റുകളുണ്ട്. ഞാൻ ചെറുപ്പം തുടങ്ങി മാർഷൽ ആർട്സ് പഠിക്കണമുണ്ട്. എൻ്റെ കയ്യിൽ പല മാർഷൽ ആർട്സിൻ്റെയും പല ലെവലിലുള്ള ബെൽറ്റുകളുണ്ട്. അപ്പം ഞാനിപ്പോൾ അങ്ങനെയൊന്നും ശ്രദ്ധിക്കാറില്ല. കൈ കിട്ടുന്ന ഏതെങ്കിലും ബെൽറ്റ് എടുത്ത് ഇടുകയാണ് ചെയ്യാറുള്ളത്. എൻ്റെ അടുത്തൊരു വീഡിയോ അധികം വൈകാതെ തന്നെ ഇറങ്ങുന്നുണ്ട്, ബുള്ളറ്റ് കിക്ക് ബൈ ബ്രൂസ്ലി ടോണി. അപ്പോൾ stay tuned for that. So bye for now. Thank you.